കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോട്ട ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: വേങ്ങര. എന്നാൽ കണക്കുകൾ ഒരിക്കലും നുണ പറയില്ല എന്ന് കേട്ടിട്ടില്ലേ? 2011 മുതൽ 2026 വരെയുള്ള വേങ്ങരയിലെ തെരഞ്ഞെടുപ്പ് ഡാറ്റകൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ നിങ്ങളെ ഞെട്ടിക്കുന്ന വലിയൊരു ഗണിതശാസ്ത്ര വൈരുദ്ധ്യം കാണാൻ സാധിക്കും. മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കൂടുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം അവിടെ കുത്തനെ ഇടിയുകയാണ് പതിവ്. അതെ, ഇത്തവണത്തെ റെക്കോർഡ് പോളിംഗ് വിരൽ ചൂണ്ടുന്നത് ഒരു വമ്പൻ രാഷ്ട്രീയ അട്ടിമറിയിലേക്കാണോ? നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. നമുക്ക് 2011 വേങ്ങരയിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും തുടങ്ങാം. അന്ന് വേങ്ങരയിൽ വെറും 68.97% പോളിംഗ് നടന്നപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി 38,237 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇതിനെ സഫോളജിയിൽ ലീഗിന്റെ സ്റ്റാറ്റിസ്റ്റിക് കോർ വോട്ട് ബാങ്ക് എന്നാണ് വിളിക്കുന്നത്. അതായത് പോളിംഗ് എത്ര കുറഞ്ഞാലും ലീഗിന്റെ അടിയുറച്ച വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാകും. എന്നാൽ 2016 കഥ മാറി തുടങ്ങി. പോളിംഗ് ഏകദേശം 70.90% ഉയർന്നു. അതോടൊപ്പം മണ്ഡലത്തിൽ 2011 20,746 വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെട്ടു. സാമാന്യ യുക്തിപ്രകാരം വേങ്ങരയെ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ കിങ് മേക്കറും വ്യവസായ മന്ത്രിയുമായിരുന്ന കുഞ്ഞാലിക്കുട്ടി എന്ന സിറ്റിംഗ് MLAയുടെ ലീഡ് ഉയരേണ്ടതാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 2011 കിട്ടിയതിനേക്കാളും 180 വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇതെങ്ങനെ സംഭവിച്ചു? അധികം വന്ന വോട്ടുകൾ മുഴുവൻ പോയത് എതിർ സ്ഥാനാർത്ഥികൾക്കാണ്. ഇവിടെയാണ് സീലിംഗ് ഇഫക്റ്റ് എന്ന തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലീഗിന് അവിടെ കിട്ടാവുന്ന പരമാവധി വോട്ടുകൾക്ക് ഒരു പരിധിയുണ്ട്. ഒരു പാർട്ടിയുടെ വോട്ട് വിഹിതം ഈ പരിധിയിൽ അഥവാ സീലിംഗിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര മികച്ച പ്രചാരണം നടത്തിയാലും തരംഗമുണ്ടായാലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയ്ക്കാണ് സീലിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സീലിംഗ് ഇഫക്റ്റ് തിയറി ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് 2017 ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ കാർഡിളക്കിയുള്ള പ്രചാരണം പോളിംഗ് 72.13% ഉയർത്തി. എന്നാൽ ലീഗ് സ്ഥാനാർത്ഥി KNA ഖാദറിന്റെ ഭൂരിപക്ഷം 2016 ഭൂരിപക്ഷമായി ലഭിച്ച 38,057 നിന്ന് 23,310 കൂപ്പുകുത്തുന്ന ആശ്ചര്യകരമായ കാഴ്ചയാണ് കാണാനായത്. ഈ വോട്ടിനെ ശതമാനക്കണക്കിലേക്ക് മാറ്റിയാൽ 31.6% എന്ന ഭൂരിപക്ഷത്തിൽ നിന്നും ലീഗിന്റെ ഭൂരിപക്ഷം കേവലം 19% ചുരുങ്ങി. 13% വോട്ടുകളുടെ കുറവ് സംഭവിച്ചു. PK കുഞ്ഞാലിക്കുട്ടിക്ക് പകരം മറ്റൊരാൾ മത്സരത്തിനിറങ്ങിയപ്പോൾ ലീഗിന്റെ അടിസ്ഥാന വോട്ടുകളിൽ സംഭവിച്ച വിള്ളൽ പ്രകടമായിരുന്നു. 15,000 വോട്ടുകളാണ് ഒരു വർഷത്തിന്റെ ഇടവേളയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ ലീഗിന് കുറഞ്ഞത്. കുറവ് വന്നതിൽ ഒരു ഭാഗം കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിപ്രഭാവത്തിന് ലഭിക്കുന്ന അധിക വോട്ടായി പരിഗണിക്കാമെങ്കിലും 2016 തന്നെ കൂടിയ പോളിംഗിന്റെ ഫലമായുള്ള വോട്ട് കുറഞ്ഞതും പ്രകടമായി കാണാം. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും താരതമ്യം ചെയ്ത് പരിശോധിച്ചാൽ വേങ്ങര മണ്ഡലത്തിൽ നമുക്കൊരു കൃത്യമായ ഫോർമുല കാണാനാകും. വേങ്ങരയിൽ പോളിംഗ് 1% കൂടിയാൽ ലീഗിന് ലഭിക്കുന്ന വോട്ടിൽ ശരാശരി 4.5% മുതൽ 5% വരെ കുറവ് സംഭവിക്കുന്നതായി കൃത്യമായി മാർക്ക് ചെയ്യാനാകും. മണ്ഡലത്തിലെ 4ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു 2021 നടന്നത്. PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും മണ്ഡലത്തിൽ തിരിച്ചെത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. പോളിംഗ് കൂടിയാൽ അതിനനുസരിച്ച് ലീഗ് ഭൂരിപക്ഷം കുറയുമെന്ന ഈ ഫോർമുല എത്രത്തോളം കൃത്യമാണെന്ന് 2021 തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുന്നതായി കാണാം. അന്ന് പോളിംഗ് 2017 72.13 നിന്നും 70.97% കുറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം വീണ്ടും 30,596 ഉയർന്നു. എന്നാൽ 2016 കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ച അതേ പോളിംഗ് ശതമാനമായിരുന്നിട്ടും അന്ന് ലഭിച്ച 38,057 വോട്ടിലേക്ക് ഭൂരിപക്ഷം എത്തിക്കാൻ അദ്ദേഹത്തിനായില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിഗത വോട്ടുകൾ തിരിച്ചു വന്നപ്പോഴും മണ്ഡലത്തിൽ പുതുതായി വന്ന 9,000 വോട്ട് ലീഗിന് ലഭിച്ചതിൽ പ്രതിഫലിച്ചില്ല. എന്നാൽ അവിടെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ഒരു മുന്നണിയുടെയും പിൻബലമില്ലാതെ മത്സരിച്ച സബാഹ് കുണ്ടുപുഴയ്ക്കൽ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി 11,255 വോട്ടുകൾ നേടി. ഇരു മുന്നണികൾക്കും വോട്ട് ചെയ്യാത്ത ഒരു കൂട്ടം സ്വിംഗ് വോട്ടർമാർ വേങ്ങരയിൽ ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇത്.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന പേരിൽ വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചിരുന്നു. വീടുകൾ കയറിയിറങ്ങി വ്യാജ വോട്ടുകളുടെയും ഇരട്ടിപ്പും മരിച്ചവരുടെ വോട്ടുകളും ഒഴിവാക്കി പൂർണ്ണമായും ശുദ്ധീകരിച്ച പട്ടികയെന്നാണ് കമ്മീഷന്റെ അവകാശവാദം. വേങ്ങരയിൽ SIR ഭീതിയിൽ വോട്ടില്ലാതിരുന്ന പ്രവാസികളും പുതിയ വോട്ടർമാർക്കും അടക്കം 26,000-ഓളം വോട്ടർമാർ അധികമായി വോട്ട് ചേർത്തതായി കാണുന്നു. എന്നിട്ടും 2026 വേങ്ങരയിൽ രേഖപ്പെടുത്തിയത് 79.83% എന്ന റെക്കോർഡ് പോളിംഗ് ആണ്. 2011 അപേക്ഷിച്ച് ഏകദേശം 37,393 വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ വോട്ടർമാർ മുഴുവൻ വോട്ട് ചെയ്തെന്ന് കരുതിയാൽ തന്നെ അതിനൊപ്പം ആ മണ്ഡലത്തിൽ വോട്ടുണ്ടായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും വോട്ട് ചെയ്യാൻ താൽപ്പര്യം കാണിക്കാതെ മാറി നിന്ന 11,000-ലധികം വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2026 UDF-നായി KM ഷാജിയാണ് മത്സരിക്കുന്നത്. അന്ന് KNA ഖാദറിന് നേരിടേണ്ടി വന്ന അതേ മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥി എന്ന എതിർപ്പ് ഷാജിയും നേരിടുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി മാറിയപ്പോൾ 7% വോട്ടാണ് 2017 കൈമോശം വന്നത്. ഈ തെരഞ്ഞെടുപ്പിലും അതേ സാഹചര്യം വന്നാൽ 46%-ലേക്ക് KM ഷാജിയുടെ വോട്ട് കുറയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. മറുഭാഗത്ത് കഴിഞ്ഞ തവണ സ്വതന്ത്രനായി വൻ മുന്നേറ്റം നടത്തിയ അതേ സബാഹ് കുണ്ടുപുഴയ്ക്കലിനെ ഇത്തവണ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നതും പ്രദേശവാസി എന്നതും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകൻ എന്നതും എതിരാളി കുഞ്ഞാലിക്കുട്ടി അല്ലെന്നതും സബാഹിന് അനുകൂലമാണ്. വോട്ടിംഗ് കണക്കുകളെ പോലെ തന്നെ മണ്ഡലത്തിലെ സാമൂഹിക സാഹചര്യങ്ങളിലും ഈ തവണ UDF സ്ഥാനാർത്ഥി KM ഷാജിക്ക് വെല്ലുവിളിയായിരിക്കും. വോട്ടർമാരിൽ 70%-ലേറെ ന്യൂനപക്ഷങ്ങളാണെങ്കിലും 2 സുന്നി വിഭാഗങ്ങളിലുള്ളവരാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഏറെയും. KM ഷാജി മുജാഹിദ് വിഭാഗത്തിൽ നിന്നുള്ളയാളാണെന്നതും പരസ്യമായി തന്നെ സുന്നി വിഭാഗങ്ങളുമായുള്ള ആശയ ഭിന്നത പ്രകടിപ്പിക്കുന്നയാളാണെന്നതും ലീഗിന് മണ്ഡലത്തിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. UDF-ന് പരസ്യ പിന്തുണ നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ലീഗിൽ എതിർപ്പുള്ള ഏക നേതാവാണ് KM ഷാജി എന്നതും ഷാജിയുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും മറ്റു മതവിഭാഗങ്ങളിലുള്ളവരിൽ ഉണ്ടാക്കിയിട്ടുള്ള വിയോജിപ്പുകളുമെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ഭയം ലീഗിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകളെല്ലാം എതിർ സ്ഥാനാർത്ഥിയിലേക്ക് ഏകീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ വേങ്ങരയിൽ ഒരു അട്ടിമറിക്കുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് മലപ്പുറത്തേക്ക് മാറി എന്നത് വിശദീകരിക്കാൻ പോലും ലീഗ് നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നതും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ഥിതിവിവര കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് വലിയൊരു ജനാധിപത്യ മാറ്റത്തിലേക്കാണ്. സ്ഥിതിവിവര കണക്കുകൾ നുണ പറയില്ല എന്ന ശാസ്ത്രീയ സത്യം വേങ്ങരയിൽ സംഭവിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.